ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി ഉപയോഗിച്ചിട്ടാണ്. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് റാഗിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഞാനിവിടെ ഒഴിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. നോക്കി നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന റാഗിപ്പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. ഇത് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പഴുത്ത് കറുത്ത തുടങ്ങിയ പഴം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പാനിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് ഈ ഒരു പഴം ആദ്യം നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ പഴം നല്ലപോലെ വെന്ത് ഈ ഒരു പാകത്തിനായി കിട്ടും. ചെറുതായിട്ട് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ട് തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കര ചേർക്കാം. ഇനിയിപ്പോൾ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ മധുരം കാണും. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഫില്ലിംഗ് റെഡിയാക്കാൻ അത്രയും സമയം ഞാനിവിടെ റാഗിയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. 7 ഉരുളയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിലൊരല്പം നെയ്യാക്കിയിട്ടുണ്ട്. ഒരു ഉരുളയെടുത്ത് അരികുകൾ പ്രസ് ചെയ്തിട്ട് വലുതാക്കിയെടുക്കാം. ഇത് കുഴക്കട്ടൊക്കെ ഉണ്ടാക്കണം ആ ഒരു രീതിക്ക് തന്നെ അരികുകൾ പ്രസ് ചെയ്ത് വലുതാക്കിയിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് നല്ലപോലെ തന്നെ സീൽ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ അരി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിതിൻ്റെ കാണാൻ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആപ്പിളൊക്കെ റാപ്പ് ചെയ്യുന്ന ആ ഒരു കവറ് നല്ലപോലെ കഴുകിയിട്ട് അതിലൊരല്പം നെയ്യാക്കിയിട്ടുണ്ട്. അതിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടും. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ ഒരു ഷേപ്പ്, അതുകൊണ്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇത് ആവി കയറ്റിയെടുക്കാം. ഏത് പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കുന്നത് ആ ഒരു പാത്രം നല്ലപോലെ നെയ്യ് തടവിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കിക്കോളൂ. അഥവാ വെന്തില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ആറി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. റാഗി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഫീഡ്ബാക്ക്സ് പറയണേ.